ഹായ്, കുഞ്ഞനാണ്. അപ്പോൾ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ ബ്രെഡ് മുട്ടായിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രെഡ് മുട്ടായിക്ക് എന്തൊക്കെയാണ് ആവശ്യമായതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ബ്രെഡ് മുട്ടായിക്ക് എന്തൊക്കെ ഐറ്റംസുകളാണ് ആവശ്യമുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം. ബ്രെഡാണ് നമ്മൾ 4 ബ്രെഡാണ് നമ്മൾ എടുത്തത്. പിന്നെ ആവശ്യമുള്ളതാണ് നെയ്യ്, പിന്നെ പാലാണ് ആവശ്യമുള്ളത്, പിന്നെ പഞ്ചസാര. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ബ്രെഡ് മുട്ടായിക്ക് ആവശ്യമായത്. നമ്മളെ പിള്ളേർക്കൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ കടകളിലൊക്കെ ഒരുപാട് മുട്ടായികളൊക്കെ പല മായങ്ങളും ചേർത്തി വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മുട്ടായിയാണ് ബ്രെഡ് മുട്ടായി. അപ്പോൾ ബ്രെഡ് 4 സ്ലൈസ് എടുക്കുക ബ്രെഡ്. എന്നിട്ട് സൈഡ് ഭാഗം 4 ഭാഗവും ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പം നമ്മൾ ബ്രെഡിൻ്റെ 4 ഭാഗവും കട്ട് ചെയ്ത് ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇനി നമ്മൾ നെയ്യ് ആഡ് ചെയ്യാണ്. ആവശ്യത്തിനുള്ള നെയ്യ് ആഡ് ചെയ്യാണ്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് നെയ്യ് എല്ലാ സ്ഥലത്തേക്കും പൊടിച്ചു വെച്ച ബ്രെഡ് എല്ലാ ഭാഗത്തും നെയ്യ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ജോയിൻ്റ് ആക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാല് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ ജോയിൻ്റ് ആക്കി എടുക്കണം. കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി ജോയിൻ്റ് ആക്കി എടുക്കുക. അപ്പോൾ മിക്സ് ആക്കിയിട്ട് ഇതേപോലെ നമ്മൾ വലിയൊരു ബോൾ പോലെ ആക്കി നന്നായിട്ട് മാവ് റെഡിയാക്കി വെക്കുക. എന്നിട്ട് അത് നീളത്തിൽ ആക്കി എടുത്തിട്ട് അതിൽ നിന്ന് ഓരോ ഉരുള ആക്കിയിട്ട് നമ്മൾ മുട്ടായിൻ്റെ വലുപ്പം എത്രയാണോ ആവശ്യമുള്ളത് ആ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ അത് ഓരോന്നായിട്ട് എടുക്കണം. അപ്പോൾ നമ്മളെ മിഠായി ഏകദേശമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേ രൂപത്തിൽ ഓരോന്നായിട്ട് മുട്ടായിൻ്റെ വലുപ്പത്തിലാക്കി എടുക്കണം. നിങ്ങളെ വലുപ്പം നോക്കി നിങ്ങളെ ആവശ്യത്തിനുള്ള വലുപ്പത്തിനാക്കി എടുക്കട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വലുപ്പത്തിലാണ് ചെയ്തു വെച്ചത്. ഇനി അടുത്ത പരിപാടി എന്താണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. ബാക്കി പരിപാടികൾ ഇപ്പോൾ നമ്മൾ അടുപ്പ് കത്തിക്കുകയാണ്. അടുപ്പത്ത് നമ്മളെ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാൻ, നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തത്. അതേപോലെ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക. അപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ ചൂടായി റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചെറിയ രൂപത്തിൽ ഉരുളാക്കി വെച്ച മിഠായി അതിലേക്ക് ഇടുകയാണ്. ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ മിഠായികളും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക ഓരോ ഭാഗത്തേക്ക്. ഈ രൂപത്തിൽ ആയി വരണം നമ്മളെ മിഠായിൻ്റെ നിറം, ബ്രൗൺ നിറത്തിലായി വരണം. അപ്പോൾ ഇങ്ങനെ ആക്കി എടുക്കണം. എന്നിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. ഇനി അടുത്ത ചട്ടി അടുപ്പത്ത് വെച്ച് ഇനിയാണ് ബാക്കി പരിപാടികൾ. എന്നിട്ട് ചട്ടി ചൂടായി വരുമ്പം അതിലേക്ക് ഒരു 2-3 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി പരസ്പരം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ഈ രൂപത്തിലായി വരും. അതിനുശേഷം കുറച്ച് വെള്ളം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാണ്.
അപ്പോൾ ഇങ്ങനെ ആയി വരും. കുറച്ച് വെള്ളം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആയി വരും. അപ്പോൾ നമ്മൾ പഞ്ചസാര വെള്ളവും മിക്സാക്കി നന്നായിട്ട് ജോയിൻ്റ് ചെയ്തെടുത്തു. ഇനി അതിലേക്ക് നമ്മൾ 3-4 ഏലക്കായ ചതച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്യാണ്. എന്നിട്ട് നന്നായിട്ട് ജോയിൻ്റ് ആക്കി എടുക്കുക. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഓരോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഓരോ മിഠായികളും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ മിഠായികളിലേക്കും ഈ ലായനി എത്തുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കാവൂ. വലിയ റഫായിട്ട് ഇളക്കരുത്. ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുക. ഈ കാണുന്ന കുപ്പീൻ്റെ മുകളിൽ കാണുന്ന സ്റ്റിക്കറിൻ്റെ മുകളിലുള്ള ഈ ഒരു മിഠായിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. നമ്മൾ ബ്രെഡ് മിഠായി എന്ന് പേരിട്ടതാണ്. പക്ഷേ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ജാമൂൻ എന്ന മിഠായിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് കടയിൽ പോയിട്ട് ₹1 ഒന്നിന് കൊടുത്ത് വാങ്ങുന്ന മിഠായിയാണ്. ഇപ്പോൾ വീട്ടിൽ പിള്ളേർക്കൊക്കെ മിഠായിക്ക് പറഞ്ഞ് കരയുമ്പോൾ നമ്മൾ ഇത് ഇറ്റാൽ ഇങ്ങനെ ചെയ്തുണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബ്രെഡ് മിഠായി റെഡിയാണ്. അപ്പോൾ മിഠായിക്ക് പിള്ളേർ കരയുമ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി സാധനമാണ്. മറ്റ് മായങ്ങളൊന്നും ഇല്ലാത്ത വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക, കമൻ്റ് അടിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.